നമ്മൾ നോക്കാൻ പോകുന്നത് പെക്യുലാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആണ്. ക്രോമിയത്തിൻ്റെ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതായത് നോർമലി എഴുതുന്നത് പോലെയല്ല, അല്ലെങ്കിൽ നോർമലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഡി സബ്ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി ഈ ഡി സബ്ഷെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡി സബ്ഷെല്ലുകൾക്ക് മാത്രമല്ല എഫ് സബ്ഷെല്ലുകൾക്കും ഈ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമുക്കറിയാം നമ്മളെല്ലാം തന്നെയും, അല്ലെങ്കിൽ ആറ്റംസും നമ്മളും ആരായാലും നമ്മൾ കൂടുതൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡി സബ്ഷെല്ലുകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസും ഉൾക്കൊണ്ട അവസ്ഥ. അതായത് ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ D10 ഡിയിൽ 10 ഇലക്ട്രോൺസും അക്കോമഡേറ്റ് ചെയ്ത അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഇലക്ട്രോൺസ്, അതായത് ആ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസിൻ്റെ പകുതിയെങ്കിലും ഉൾക്കൊണ്ട അവസ്ഥ, ഒന്നെങ്കിൽ D10 എന്ന് പറയുന്ന അവസ്ഥ, അതായത് മുഴുവൻ ഇലക്ട്രോൺസിനെയും ഉൾക്കൊണ്ട അവസ്ഥ, അല്ലെങ്കിൽ അതിലെ പകുതി ഇലക്ട്രോൺസിനെങ്കിലും അക്കോമഡേറ്റ് ചെയ്ത അവസ്ഥ. ഈ രണ്ട് അവസ്ഥയ്ക്കും മറ്റ് അവസ്ഥകളെ അപേക്ഷിച്ച് കൂടുതൽ എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് D10, D5 എന്നീ സ്റ്റേറ്റുകൾക്ക് മറ്റ് അവസ്ഥകൾ, അല്ലെങ്കിൽ D1, D2 അല്ലെങ്കിൽ D7, D8 എന്നീ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ഒരു അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ അവർ ഈ ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഓക്കെ, അപ്പോൾ D10 അഥവാ D5 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് മറ്റു കോൺഫിഗറേഷനെ അപേക്ഷിച്ച് മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെയും ഇപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റമിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ D4S2, അതായത് ഡി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോണും എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ D9S2, ഡി സബ്ഷെല്ലിൽ 9 ഇലക്ട്രോൺസും എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസുമായിട്ടുള്ള അവസ്ഥ. ഈ രണ്ട് അവസ്ഥ, അല്ലെങ്കിൽ ഈ രണ്ട് കോൺഫിഗറേഷൻസ് ഏതെങ്കിലും ആറ്റംസിന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു എലമെൻറ്റ്സിന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഡി എന്തായിട്ടുണ്ട്? 4 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയിരുന്നു എങ്കിൽ D5 എന്നുള്ള കോൺഫിഗറേഷൻ ആയേനെ. അതെന്താണ്? മറ്റുള്ള കോൺഫിഗറേഷൻസിനെ, അല്ലെങ്കിൽ ഈ ഒരു D4 എന്ന് പറയുന്ന കോൺഫിഗറേഷനെയൊക്കെ അപേക്ഷിച്ച് മോർ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു എലമെൻറ്റ്സോ ആറ്റംസോ എന്തായാലും കൂടുതൽ സ്റ്റേബിൾ ആവാനുള്ളൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുമെന്ന്. അപ്പോൾ അതേപോലെ ഈ ഒരു D4 എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി D5ലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി. കാര്യം ഒരൊറ്റ ഇലക്ട്രോണിൻ്റെ ഡിഫറൻസിലാണ് ഇത് നിൽക്കുന്നത്. ആ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മോർ സ്റ്റേബിൾ കോൺഫിഗറേഷനിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ S2ൽ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഈ D അങ്ങ് വാങ്ങിയിട്ട് എന്താവും? D5S1 എന്നായി മാറും. എന്തായി മാറും? D5S1 എന്നുള്ളൊരവസ്ഥയിലോട്ട് ഇത് മാറാൻ ശ്രമിക്കും. അതേമാതിരി ഇവിടെ D9 എന്നുള്ള സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസ്, അതായത് 10 ഇലക്ട്രോൺസും ഉൾക്കൊണ്ടേനെ. അപ്പോൾ ആ ഒരു D10 എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള അവസ്ഥ, അതായത് ഈ ഒരു D9നെ അപേക്ഷിച്ചിട്ട് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്യും? സ്വാഭാവികമായും ഈ ഒരു S2ൽ ഒരു ഇലക്ട്രോണിന് ഇത് വാങ്ങാനും തുടർന്നത് എന്താവാൻ? D10S1 എന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് മാറാനുള്ളൊരു ടെൻഡൻസി ഈ ഒരു കോൺഫിഗറേഷനും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. Therefore, D4S2, D9S2 configurations will have some changes in the filling of electrons to attain stability. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൂടുതൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇവിടെ D3 ആയിരുന്നുവെങ്കിൽ, D3S2 ആയിരുന്നുവെങ്കിൽ ഈ 2 ഇലക്ട്രോൺസിനെ വാങ്ങാൻ ശ്രമിക്കുമായിരുന്നോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അതൊരിക്കലും ഇല്ല. ഇത് ഒരൊറ്റ ഇലക്ട്രോണിൻ്റെ, അത് മറ്റേത് D3 ആകുമ്പോഴത്തേക്ക് ഈ 2 ഇലക്ട്രോൺസിനെയും, എസ്സിലുള്ള 2 ഇലക്ട്രോൺസിനെയും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ പോകുമ്പോൾ ഒരു എസ് സബ്ഷെല്ലേ ഇല്ലാണ്ടായി പോയില്ലേ. അപ്പോൾ അങ്ങനെ പറ്റില്ല. ഒരൊറ്റ ഇലക്ട്രോൺസിൻ്റെ ഡിഫറൻസ് അല്ലേ ഇവിടെയുള്ളൂ. ആ ഒരു ഇലക്ട്രോണിനെ ഈ ഒരു S2-ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വാങ്ങാനുള്ള ഒരു ടെൻഡൻസിയെ കാണിക്കുള്ളൂ. ഓക്കെ, ഇത് ആർക്കുണ്ട്? എഫ് സബ്ഷെല്ലിനും ഈ സെയിം ടെൻഡൻസി ഉണ്ട്. എഫ് സബ്ഷെല്ലിൻ്റെ കേസസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിൽ 14 ഇലക്ട്രോൺസ് ആണ് എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 14 ഇലക്ട്രോൺസ് ഉൾക്കൊണ്ട അവസ്ഥയും അതുപോലെ തന്നെ അതിൻ്റെ പകുതി ഇലക്ട്രോൺസ്, അതായത് F7 7 ഇലക്ട്രോൺസ് ഉൾക്കൊണ്ട അവസ്ഥ, 14 അല്ലെങ്കിൽ അതിൻ്റെ പകുതിയായിട്ടുള്ള 7 ഇലക്ട്രോൺസ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ്. ഈ രണ്ട് സ്റ്റേറ്റുകൾക്കും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺസിൻ്റെയൊക്കെ ഡിഫറൻസ് ആണുള്ളതെങ്കിൽ അത് തൊട്ടടുത്തുള്ള സബ്ഷെല്ലിൽ നിന്ന് വാങ്ങി കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനുള്ള ടെൻഡൻസി ഇവർ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 29 ആണ്. അതായത് 29 ഇലക്ട്രോൺസ് കോപ്പറിനുള്ളിലുണ്ട്. അപ്പോൾ ഈ കോപ്പറിൻ്റെ നോർമൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ച റൂൾസൊക്കെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എനർജി ലെവലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 3p6 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ 4s2 ആണ്. ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഫസ്റ്റ് ഷെൽ നമ്പർ 1, ഷെൽ നമ്പർ 2, ഷെൽ നമ്പർ 3, ഷെൽ നമ്പർ 4 ആ ഒരു ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു ഓർഡറിൽ നമുക്ക് 3s 3p കഴിഞ്ഞ് 3d ഇവിടെ ആയിട്ട് എഴുതി 4s അതിന് ശേഷം ആ ഒരു അറേഞ്ച്മെൻറ്റിൽ എഴുതാം. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 4sൽ ഈ 3p6 കഴിഞ്ഞതിന് ശേഷം പിന്നുള്ള 2 ഇലക്ട്രോൺസ് കൊടുക്കേണ്ടത് 4sലായിരിക്കണം, 3dയിലല്ല കൊടുക്കേണ്ടത്. 3dയിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് 4sൽ കൊടുക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരുന്നതിന് തെറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 1s2 2s2 2p6 3s2 3p6 3d 9 4s2. ഓക്കെ, 4s2ൽ 2 പോയി ബാക്കി 9 ഇലക്ട്രോൺസ് 3dയിൽ വന്നു. ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നോർമൽ കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നോക്കൂ, 3d നോക്കൂ. ഈ ഡി സബ്ഷെല്ലിൽ 9 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോൺ കൂടി കിട്ടുകയാണെങ്കിൽ എന്ത് പറ്റും, 10 ഇലക്ട്രോൺസ് ആവും, D10 ആവും. അപ്പോൾ ഇത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോൺഫിഗറേഷനിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോപ്പർ എന്ത് ചെയ്യും, നമ്മൾ മുകളിൽ പറഞ്ഞ കണക്ക് ഈ എസ്സിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, D വാങ്ങും. ഓക്കെ, അങ്ങനെ വാങ്ങുകയാണെങ്കിൽ പിന്നെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ എങ്ങനെയാവും, 1s2 2s2 2p6 3s2 3p6 3d 10 ആവുന്നു. 3d നിന്ന് ഒരു ഇലക്ട്രോൺ പോയിട്ട് 3d 10 4s1. ഈ ഒരു മോർ സ്റ്റേബിൾ കോൺഫിഗറേഷനിലോട്ട് ആര് മാറുന്നു, കോപ്പർ മാറുന്നു. ഓക്കെ, ഇതേമാതിരി തന്നെ ക്രോമിയത്തിൻ്റെ കേസ് നമുക്ക് നോക്കാം. ക്രോമിയത്തിൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 24 ആണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞ് നെക്സ്റ്റ് 2 ഇലക്ട്രോൺസ് 4sൽ 4s2 3d 4. ഓക്കെ, ഇതാണ് നോർമൽ ആയിട്ടുള്ള സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നോക്കുക, ഈ ഒരു 3d സബ്ഷെല്ല് നോക്കാം. 3d സബ്ഷെല്ല് നോക്കിയാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെന്തായനെ, ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റലായിട്ട് മാറിയേനെ. നമുക്കറിയാം ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഓർ എഫ് ഓർബിറ്റൽസ് ഏതായാലും ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദ അതർ കോൺഫിഗറേഷൻ. സോ ഈ 4 ഇലക്ട്രോൺസിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഇലക്ട്രോൺ കൂടി വന്നാൽ ഇത് D5 ആവുകയും മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷനിലേക്ക് മാറുകയും ചെയ്യും. അതിനുവേണ്ടി ഈ ഡി എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള അതായത് 4sൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങുകയും എന്നിട്ട് D5 ആയി മാറുകയും ചെയ്യും. അങ്ങനെ ഇതിൻ്റെ മോർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ എങ്ങനെയായി മാറും, ക്രോമിയത്തിൻ്റേത് 1s2 2s2 2p6 3s2 3p6 3d ഇതിൽ നിന്ന് വാങ്ങിച്ചിട്ട് 3d5 4s1 ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് കോപ്പർ ക്രോമിയം ഇവയുടെ സ്പെഷ്യാലിറ്റി ആണ്. എന്തുകൊണ്ടാണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ആയിട്ട് മാറുന്നത്. നമുക്ക് ഇത് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസവും പരിചയപ്പെട്ട അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് നോക്കാം.
നമ്മൾ എന്താണ് സബ്ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, അത് ആ ഒരു സബ്ഷെല്ലിൻ്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ സബ്ഷെല്ലുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതിൽ ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യാം, ഓരോ സബ്ഷെല്ലും മാക്സിമം എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. കൂടാതെ ഇന്ന് നമ്മൾ ഡി സബ്ഷെല്ലിൻ്റെ സ്പെഷ്യാലിറ്റി, ഡി ആൻഡ് എഫ് സബ്ഷെല്ലുകൾക്ക് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളിന്ന് പരിചയപ്പെട്ടു. അപ്പം ഇതെത്രയും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. The subshell-wise electronic configuration of an atom is 1s2, 2s2, 2p6, 3s2. Find. ഇനി താഴെ പറയുന്ന ഓരോ കാര്യങ്ങൾ കണ്ടെത്താനാണ്. സബ്ഷെൽ-വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്ന് നമ്പർ ഓഫ് ഷെൽസ് ഇൻ ദ ആറ്റം. ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുണ്ട് എന്നുള്ളതാണ്. ഷെല്ല് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ഷെൽസ് എത്രയുണ്ടെന്ന് നമുക്കറിയാം. ഈ സബ്ഷെല്ലുകളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു നമ്പറാണ് ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഷെൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ 1, 2, 3 അല്ലേ? ഷെൽ നമ്പർ 3 വരെയല്ലേ ഉള്ളത്. അപ്പം നമ്പർ ഓഫ് ഷെൽസ് ഇൻ ദ ആറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? എത്ര ഷെൽസ് ഉണ്ട്? 1 എന്ന് പറയുന്നൊരു ഷെല്ല്, 2 എന്ന് പറയുന്ന ഷെല്ല്, 3 എന്ന് പറയുന്ന ഷെല്ല്, അങ്ങനെ 3 ഷെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ആറ്റത്തിലുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് ഇൻ ദ ആറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. നെക്സ്റ്റ് വൺ വന്ന് സബ്ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഫസ്റ്റ് ഷെല്ലിലെ സബ്ഷെൽ ഏതാണ്? ഫസ്റ്റ് ഷെല്ലിലെ സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. സെക്കൻഡ് ഷെല്ലിലെ സബ്ഷെൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എസ്സും ഉണ്ട്, പിയും ഉണ്ട്. എസ് ആൻഡ് പി. ഇനി തേർഡ് ഷെല്ലിലെ സബ്ഷെൽ എന്ന് പറയുന്നത് ഈ ഒരു ആറ്റത്തിൻ്റെ കേസിൽ തേർഡ് ഷെല്ലിൽ ഏത് സബ്ഷെൽ മാത്രമേ ഉള്ളൂ? എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഷെൽ ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്. ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ട ഷെൽ ഏതാണെന്നാണ്, ഷെല്ലല്ല, സബ്ഷെൽ. ദ സബ്ഷെൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്. ലാസ്റ്റ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ട സബ്ഷെൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുമ്പോൾ തന്നെ അറിയാം ലാസ്റ്റ് ഇലക്ട്രോൺസ് എവിടെയാണ് ആഡ് ചെയ്തത്? 3s. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലല്ലേ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 3s എന്നല്ലേ നമുക്ക് പറയേണ്ടത്. നമ്മൾ ഷെൽ നമ്പർ ചേർത്ത് വേണം നമ്മൾ എപ്പോഴും സബ്ഷെല്ലിൻ്റെ പേര് പറയാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? 3s ആണ്. 3s എന്ന് പറയുന്ന സബ്ഷെല്ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം. ഈ ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ സബ്ഷെല്ലുകളിലും ആഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഓരോ സബ്ഷെല്ലുകളിലെയും ഇലക്ട്രോൺസിനെ എല്ലാം കൂടി നമുക്ക് കൂട്ടിയാൽ പോരെ? അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 12 എന്ന് വരില്ലേ? 2 + 2 + 6 + 2 അങ്ങനെ 12 എന്ന് വരും. അപ്പോൾ 12 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ടോട്ടൽ 12 ഇലക്ട്രോൺസ് ആണ് ഈ ഒരു ആറ്റത്തിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ അറ്റോമിക് നമ്പർ ഓഫ് ദ ആറ്റം. നമുക്കറിയാം വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? Atomic number is the total number of electrons in the atom. ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12 ആണ്. സോ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും എത്രയാണ്? 12 ആണ്. ഇനി how can the subshell electronic configurations be written in the short form എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതാം? അപ്പോൾ ഷോർട്ട് ഫോമിൽ എഴുതണമെങ്കിൽ എന്തറിയണം? നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് എപ്പോഴും നോബിൾ ഗ്യാസസിൻ്റെ ബേസിസിലാണ് എഴുതുന്നത്. അപ്പം ഈ ഒരു 12 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നോബിൾ ഗ്യാസ് ഏതെന്ന് നോക്കണം. അപ്പോൾ അത് ഏതാണ്? ആർഗൺ ആണ്. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം ഈ 12നോട് തൊട്ടടുത്ത് നിൽക്കുന്നതും 12നേക്കാൾ കുറവുമായിട്ടുള്ള അറ്റോമിക് നമ്പർ ഉള്ള നോബിൾ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർഗൺ ആണ്. അപ്പോൾ നമ്മൾ ആർഗണിനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതും. അതിനുശേഷം ആർഗണിൻ്റെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 ആണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം എന്ത് വരുന്നുണ്ട്? എക്സ്ട്രാ ആയിട്ട് ഒരു 3s-ൽ 2 ഇലക്ട്രോൺസ് കൂടി വരുന്നുണ്ട്. അതാണ് ഈ ഒരു ആറ്റത്തിന് അഡീഷണൽ ആയിട്ട് ആർഗണിനേക്കാളും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ 12 ആയില്ലേ? ഇതാണ് നമ്മുടെ ഈ ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ഫോമിൽ നമുക്ക് സബ്ഷെലൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.